ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മുടെ റെസിഡന്റ് സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. റൈറ്റ്, താങ്ക് യു. കീർത്തിപ്രിയ, ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ ഓഫീസ് ലെവലിലുള്ള ഒരു പേഴ്സണാലിറ്റി അവർക്ക് അറിയൂ എങ്കിൽ പോലും നിങ്ങൾ എവിടെ ചെന്നാലും ആളുകൾക്കൊരു പോസിറ്റീവ് എനർജി കീർത്തിപ്രിയ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന ഒരാളാണ്. അതാണ് ഇവിടെ കൂടുതലായിട്ടും പ്രകടമായിട്ട് വന്നത്. അത് തുടർന്നും കൃത്യമായിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, അതെല്ലാം നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ, പല കാര്യങ്ങളിലും ചാടി ഇറങ്ങുന്നുണ്ട്, പലർക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡിയാണ്. പക്ഷെ അവിടെയൊക്കെ സെൽഫ് പലപ്പോഴും ഒന്ന് മറന്നു പോകുന്നുണ്ട്. നമുക്ക് അത്ര പ്രാധാന്യം, നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ പ്രാധാന്യം, നമ്മുടെ സെൽഫ് പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും ഏറ്റെടുക്കുക. എങ്കിലും ആ സൗഹൃദം പോകാതിരിക്കാനും ആ സൗഹൃദം നിലനിൽക്കാനും അല്ലെങ്കിൽ ചില സൗഹൃദങ്ങൾ കിട്ടാനും ഒക്കെ ആയിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതിനെ ചൊല്ലി അസ്വസ്ഥപ്പെടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് പുറമെ കാണിക്കാറില്ല. പുറമെ ഒരു നല്ല ഫേസ് തന്നെ കാണിക്കാറില്ല. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ടായിരുന്നു എന്നൊരു ചിന്തയിൽ പോകാറുണ്ട്. നമ്മുടെ സെൽഫിന് പലപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കാതെ പോകുന്നുണ്ട്. എങ്കിലും പൊതുവെ ഒരാളൊരു ഇത്തിരി പീസ് മൈൻഡാണ്, സുഖപ്രിയയാണ്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ഡിസിഷൻസ് നമുക്ക് കുറച്ചുകൂടെ ആലോചിച്ച് നമുക്ക് പ്ലാൻസ് എല്ലാം എടുത്ത് പോയിന്റ്സ് ഒക്കെ എടുത്ത് അങ്ങനെ വ്യക്തമായ രീതിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഞാനിത് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ ഞാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, എൻ്റെ ഗോൾസും എൻ്റെ പ്ലാൻസും അനുസരിച്ച് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ ആലോചനകളിലൂടെ തീരുമാനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തുകയും മറ്റാരും അറിയാത്ത ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില നിരാശകളെ മറികടക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം അനാവശ്യമായത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളത് അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നല്ലൊരു പീസ്ഫുൾ മൈൻഡ് അവിടെ കിട്ടും. ഏതായാലും കീർത്തിപ്രിയയുടെ ഒത്തുപോകാൻ ആർക്കും പറ്റും. അതാണ് ഏറ്റവും പോസിറ്റീവായൊരു കാര്യം. ശുഭാശംസകൾ. ഓക്കെ, സോ നമ്മളുടെ ജഡ്ജസിന്റെ അനാലിസിസ് നിങ്ങൾ കേട്ടു. ഇനി മാർക്സ് ടൈം ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ നന്നായി ചെയ്തു. ഇതിൽ 75 എത്രയായിരിക്കും സിതാര ചേച്ചി? കീർത്തി ചിരിക്കുന്നുണ്ട്. മാർക്ക് കൊടുത്തു പോകും, നോക്കണ്ട, കണ്ണടച്ചു കൊടുത്താൽ മതി ചേച്ചി. കണ്ണു തുറന്ന് തന്നെ ഒരു 22 മാർക്ക്. 22. Very nice. മുരളി ചേട്ടാ? Kirti, I'll give you 20 out of 20. And from Dr. Vipin? നമുക്ക് ഒരുപാട് സാധ്യതകൾ കിടക്കുന്നു, ഒരുപാട് നന്മ പ്രവർത്തികളുടെ മനസ്സ് പോകുന്നു. ഞാൻ ഇടയ്ക്കൊരു മാർക്കിലാണ് നിൽക്കുക. 21. ടോട്ടൽ മാർക്സ് 63. 63 മാർക്സ് ആണ് ഓപ്പൺ മൈൻഡിൽ കീർത്തിക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇതുവരെ വന്നിരിക്കുന്ന വൺ ഓഫ് ദ ബെറ്റർ സ്കോർസ് ആണ് കീർത്തിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ പുതിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഷിറാസും രഞ്ജിനിയും. പക്ഷേ കാണുമ്പോൾ തോന്നുന്നു ഇതൊരു ലോങ് റണ്ണിനുള്ള ഒരു ഇന്നിങ്സ് ഉണ്ട് ഇതിന്. പക്ഷെ കീർത്തി എന്ന വ്യക്തി ഐ തിങ്ക് ഇസ് വെരി ലവബിൾ, ലൈക്കബിൾ, കെയറിങ്. ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് ശക്തമായി ജീവിതത്തോട് പോരാടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കീർത്തി. സോ അതിന്റെ ഭാഗമായി സ്വാദ് വനിതാ രത്നം പവർഡ് ബൈ ഭീമ ജ്വല്ലേഴ്സിലും എത്തി നിൽക്കുന്നു. സോ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഷിറാസ്. താങ്ക് യു രഞ്ജനി. ലവ്ലി ഹാവിംഗ് യു ഹിയർ. ഒന്നാം സമ്മാനം നേടുന്ന സ്വാദ് വനിതാരത്നം വിജയെ കാത്തിരിക്കുന്നത് ശിവജി ബിൽഡേഴ്സ് നൽകുന്ന 75 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ്. മൂന്നാം സമ്മാനം നേടുന്ന സ്വാദ് വനിതാരത്നം വിജയെ കാത്തിരിക്കുന്നത് പാലക്കാട് ജ്വൽസ് നൽകുന്ന 10 ലക്ഷം രൂപ സമ്മാനം.